ഹായ്, നിങ്ങൾക്ക് സുഖം തന്നെയാണോ? നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. 2 ദിവസമായി പൈപ്പിൽ വെള്ളമില്ല. അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. വാഷിംഗ് മെഷീനിലൊന്നും ഇടാൻ പറ്റുന്നില്ല ഡ്രസ്സെല്ലാം. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കൈ കൊണ്ട് അലക്കാൻ പോകുന്നു. പറമ്പിൽ കുറച്ച് മരങ്ങളുണ്ട്, ചെറിയ ചെറിയ മരങ്ങൾ. അതിനും വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതാവുമ്പോൾ 2 കാര്യമാവുമല്ലോ. അലക്കിയ വെള്ളം ഓരോ മരത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയും. നിങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ടോ? അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എത്രയും കരുതി സൂക്ഷിക്കണം വെള്ളം. രാവിലെ തന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ തിരക്കന്നെയായിരിക്കും അല്ലേ. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഇങ്ങനെ പണിയുള്ളൂ. ആരോട് ചോദിച്ചാലും ഇതന്നെ അവസ്ഥ. പിന്നെ കുറച്ച് രാവിലത്തെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടാവും. മരങ്ങൾക്കെല്ലാം ഇങ്ങനെ കുറച്ചെങ്കിലും ഒഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു മനസ്സിനൊരു സമാധാനം. രാത്രിയായി വിചാരിക്കും എങ്ങനെയെങ്കിലും രാവിലെ ഒന്നും വെള്ളം വന്നാൽ മതിയെന്ന്. കിണറിലും കുറച്ചേ വെള്ളമുള്ളൂ, നമുക്ക് അങ്ങനെ എടുത്ത് കളിക്കാൻ പറ്റില്ല. പിന്നെ തീരെ പറ്റിപ്പോയ ബുദ്ധിമുട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തായാലും ജൂൺ മാസം വരെ കാത്തു നിൽക്കണ്ടേ. മറ്റേ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. എന്നാലും വെള്ളം ഉണ്ടായാലും നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടേ വെള്ളം ഉപയോഗിക്കാറുള്ളൂ. അത് പണ്ടേ ഉള്ള ശീലമാണ് എൻ്റെത്. എന്തുണ്ടായാലും ഞാൻ എല്ലാം കറക്റ്റ് ഇതിലേ ചെയ്യാറുള്ളൂ. നമ്മൾ കുറേ അങ്ങനെ കളിച്ചിട്ട് 10 ദിവസം കഴിയേണ്ടത് 1 ദിവസം കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെള്ളം അമൂല്യമാണ്, സൂക്ഷിച്ച് പെരുമാറണേ. അങ്ങനെ ഇന്നലെ ഇട്ട ഡ്രസ്സെല്ലാം എടുത്ത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഷീറ്റിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കോളും. പിന്നെ കാറ്റിൽ പറന്നു പോകുന്നൊന്നും കരുതണ്ട, അവിടെ തന്നെ കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി നമ്മൾ ഇന്ന് അലക്കിയതെല്ലാം വിരിച്ചു കൊണ്ടേയിരിക്കുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡ് വേസ്റ്റ് ഉണ്ട്, അത് അങ്ങ് പറമ്പിൻ്റെ മൂലക്ക് കൊണ്ടുപോയി കളയുന്നു. അടുത്തലിട്ട എലി ഭയങ്കര ശല്യമാണ്. എലി മൊത്തത്തിൽ പറമ്പിൽ മാള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കുറച്ച് പറമ്പിൽ വേസ്റ്റെല്ലാം ഉണ്ട്, അതെല്ലാം അടിച്ച് വാരി കത്തിച്ച് ഇതൊക്കെയാണ് എപ്പോഴും ചെയ്യുന്ന പണി. ഇതെല്ലാം വെയിൽ വരുന്ന മുമ്പേ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും മക്കളെ. അതുകൊണ്ടാണ് രാവിലെ തന്നെ പണിക്ക് നിന്നത്. ഇത് കഴിഞ്ഞിട്ടേ ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കമൻറ്റും ലൈക്കും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കേ.